ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എൻ്റെ മതിലുമേലുള്ള കൃഷി ഒന്ന് പരിചയപ്പെടുത്താൻ കരുതി. ഇത് കറ്റാർവാഴ, നല്ല അടിപൊളി കറ്റാർവാഴയാണ്. ഇത് മതിലുമേലാണൊക്കെ കാട്ടണ ഫുള്ളും മതിലുമേലാണ്. നല്ല കറ്റാർവാഴയാണ്. നല്ല അടിപൊളി കറ്റാർവാഴ രണ്ട് ഇതുണ്ട്. പിന്നെ അടുത്ത ബാച്ച് വെണ്ട, നല്ല നീണ്ടു പോകുന്ന വണ്ടിയാണ്. നല്ല അടിപൊളി വെണ്ടക്ക ഗ്രോ ബാഗിലാണ്. മധുരമലാണ് ഇതൊക്കെ. വേണ്ട നല്ല മധുരമലാണ് ഇതൊക്കെ. ഇത് തൈകളാണ്. ഇതിൻ്റെ ഇവിടെ ഒരു കറ്റാർവാഴ. ഇത് വെണ്ടക്ക കഴിഞ്ഞ ഏകദേശം ഇതിമൊരു ലക്കായിട്ടൊരു കാന്താരി തൈ ഉണ്ടായിരിക്കണേ. ഇതൊക്കെ നമുക്ക് വെറുതെ ഉണ്ടാവണം, പ്രകൃതി വെറുതെ തരുന്നതാണ്. വെണ്ടക്ക തൈ കഴിഞ്ഞ് അപ്പോൾ ഒരു കാന്താരി തൈ ഉണ്ടായി. അതേമാതിരി ഇത് കഴിഞ്ഞതാണ് വെണ്ടക്ക. ഇതും കഴിഞ്ഞ് ഇത് പുതിയ ബാച്ചാണ്. ഈ വെണ്ടക്ക ഏകദേശം പുതിയ ബാച്ചാണ്. ഏകദേശം കായ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പിന്നെ കുറച്ച് ചെറിയ തൈകളാണിത്. ഇതൊക്കെ പുതിയ ബാച്ചാണ്. ഏകദേശം കായ് ആണുള്ളൂ. ഇതൊക്കെ മധുരമലാണ് കൃഷി. ഇതൊക്കെ മധുരമലാണ്. ഇതൊക്കെ നല്ല വലിയ ഇലയായിട്ട് നല്ല ഇലച്ചിടും. ഇത് ഏകദേശം കായ് ആയതാണ്. ഉണ്ടോ? നല്ല അടിപൊളി വെണ്ടയാണ്. നല്ല കുറ്റിക്കന്ന് കായ്ച്ചിരുന്നു. ഉണ്ടോ? നല്ല അടിപൊളി വെണ്ട. ഒന്നുമ്പോൾ തന്നെ 1, 2, 3, 4, 8, 10 ഉണ്ടാണ് കണ്ടു. അതേമാതിരി അതേമാതിരി നല്ല മുരട്ടായിട്ടതാണ്. ഇതൊക്കെ വേറൊരു ബാച്ചാണ്. ഇവിടെ നമുക്കൊരു ഫ്രീ ആയിട്ട് ചീര ഉണ്ടായിരിക്കുന്നത്. അതേപോലെ ഇവിടെയും ചീര. ഇത് പിന്നെ മുളകാണ്. മുളക് കായ് ഫ്ലവർ ആയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം കായ് ആണ്ട്. മുളക് കായ് ആയി ഉണ്ടോ. ഇത് പിന്നെ നമ്മളെ തക്കാളിയാണ്. തക്കാളി ഒക്കെ മധുരമ്മലാണ്. എല്ലാം മധുരമ്മലാണ് കൃഷി. ഉണ്ടോ? നമ്മൾ അധ്വാനിക്കാൻ ഇതുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാം. ഇത് വേറൊരു ബാച്ച് വെണ്ട. ഇത് ആനക്കൊമ്പനൊന്നുമല്ല, പക്ഷേ നല്ല വലിപ്പമുള്ള വെണ്ടയാണ്. ആനക്കൊമ്പനല്ല. ഇതൊക്കെ മധുരമല കേട്ടോ. അതേമാതിരി ഇത് വേറൊരു ബാച്ച് വെണ്ട. ഏത് സമയത്തും വെണ്ടക്ക പറിക്കാനുണ്ടാവും. ഓരോരോ ബാച്ചായിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. ഏത് സമയത്തും വെണ്ടക്ക പറിക്കാനുണ്ടാവും. ഒന്ന് കഴിയുമ്പോൾ ഓരോന്നായിക്കൊണ്ടിരിക്കും. ഇതിലൊരു വെണ്ട. ഇതൊരു 2-3-4 വർഷമായി ഈ കൊട്ടയിൽ കൃഷി ചെയ്യും. മണ്ണ് മാറ്റലും പിടിച്ചൊന്നുമില്ല. ഓരോ തൈ ഇപ്പോൾ വെണ്ട നട്ടു. കുക്കുംബർ ഇട്ടിരുന്നു. കുക്കുംബർ കഴിഞ്ഞപ്പോൾ വെണ്ട നട്ടതാണ്. ഇത് കൂർക്കല കേട്ടോ. കണ്ടോ? ഇത് എന്താ രസം. കണ്ടോ? ഇത് നമ്മൾ ഒരു വേസ്റ്റ് ഡ്രമ്മാണ്. ആ ഡ്രമ്മ് കട്ട് ചെയ്തിട്ടുണ്ടാക്കി. എന്താ ഇലച്ച് നല്ല സെറ്റായിട്ട് നല്ല ബുഷ് പോലെ വളർന്നു. കണ്ടോ? അടിപൊളി കൂർക്കൽ. ഇതൊക്കെ മധുരമലാട്ടോ. അതേമാതിരി അടുത്ത ബാച്ച് വെണ്ട. വേറെ അടുത്ത ബാച്ച് ഇത് നമ്മളെ റെയിൻബോ കോൺ. ഇതൊക്കെ റെയിൻബോ കോണാണ്. ഏകദേശം നല്ല അടിപൊളി റെയിൻബോ. ഒരു 30 തൈ റെയിൻബോ കോണ്. നല്ല അടിപൊളി തൈയാണ്. നല്ല റെയിൻബോ കോണ്. നല്ല വിത്തിന് നല്ല വില ഉണ്ട്. ഞാനൊരു 30 വിത്ത് വാങ്ങിയത്. ഏകദേശം 30 തൈയായി. നല്ല അടിപൊളി തൈയാണ്. ഒക്കെ മധുരമല കേട്ടോ. ഇത് ഫുള്ള് മധുരമലാണ് കൃഷി. റെയിൻബോ കോണ് നല്ല ഗ്രോത്തായിട്ട്. പിന്നെ അതേമാതിരി ഇതും റെയിൻബോ. ഇതും റെയിൻബോ കോണ്. 30 വിത്ത് വാങ്ങിയതിന് 30ഉം ഒരു വിത്ത് പോയി. 30-29 തൈ നല്ല ഗ്രോത്തായിട്ടുണ്ടായിരിക്കണം. അല്ല, ഇത് പിന്നെ കഞ്ഞിക്കൂർക്കലാണ്. ഡ്രമ്മിലാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ പുതിനയുണ്ട്. നല്ല അടിപൊളി പുതിന ഉണ്ടോ. നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി. പിന്നെ ഇത് റെയിൻബോൻ്റെ ആണ്. അതിൻ്റെ അടിയിൽ വെണ്ട.
റെയിൻബോ വെണ്ടയും വെണ്ട വേറെ ബാച്ച്, കരിവേപ്പ്. ഓക്കെ, നമസ്കാരം.